ഹലോ ഗൈസ്, നമുക്ക് ഇന്നലെ പറഞ്ഞ ബ്രെഡിൻ്റെ റെസിപ്പി നോക്കിയാലോ. ആദ്യം ഒരു പാത്രം എടുത്ത് ചൂടാക്കുക, എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഇനി ആ ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് സവാളയും പച്ചമുളകും ഇടുക. ഞാനിപ്പോൾ ഇവിടെ ഒരു സവാളയും ഒരു പച്ചമുളകും ആട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണോ ഉണ്ടാക്കുന്നത് അതനുസരിച്ച് സവാളയും പച്ചമുളകൊക്കെ എടുക്കുക കേട്ടോ. ഇനി ആ സവാളയും പച്ചമുളകും നല്ലപോലെ വഴണ്ടി കിട്ടണം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുന്നവരെ വഴറ്റുക. ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടാൽ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടും കേട്ടോ. അപ്പോൾ സവാള വഴണ്ടിയിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ബ്രെഡ് റെഡിയാക്കാം. ബ്രെഡ് കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്യാം. കണ്ടില്ലേ, ഈ ഒരു കളർ ആവുമ്പോഴത്തേക്കും നമുക്കതിലേക്കൊരു തക്കാളി ഇടാം. ഈ തക്കാളി നല്ലപോലെ വാടി കിട്ടും വരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ആവണം തക്കാളി. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടോട്ടോ. എന്നിട്ട് ഇതിൻ്റെ പച്ച മണം മാറും വരെ നല്ലപോലെ വഴറ്റുക. കണ്ടില്ലേ, ഇതേപോലെ ആയതിനു ശേഷം നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. മുട്ടയൊക്കെ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ എടുത്തോട്ടോ. ഇനി മുട്ട നല്ലപോലെ വെന്ത് വരണം. എന്നിട്ട് ഈ മസാലയായിട്ട് നല്ല മിക്സ് ആവണം. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ആ മസാലയിലോട്ട് ഇടാം കേട്ടോ. ഈ മസാലയും ബ്രെഡും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. അയ്യ, കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ. പിന്നെ ഒരു കാര്യം, ഞാനിതിൽ കുറച്ച് കറിവേപ്പില ഇട്ടായിരുന്നു കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ മല്ലിയില ഒഴിച്ചുവിടാൻ പറ്റാത്ത കാര്യമാണല്ലോ. മണത്തിനും ഫ്ലേവറിനൊക്കെ മല്ലിയില ബെസ്റ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. അങ്ങനെ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിനെ ബ്രെഡ് ഉപ്പുമാവെന്നാണ് കേട്ടോ വിളിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.